ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ഉണ്ടാക്കണേ. എന്തോ സ്പെഷ്യൽ ഉണ്ടല്ലോ കാര്യം കാണുന്നത്. കപ്പയും താളും. കപ്പ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞിട്ട് നല്ലതുപോലെ കഴുകിയിട്ട് ഒന്ന് തിളപ്പിച്ച് ഊറ്റാം. എന്നിട്ട് ചേമ്പിൻ്റെ താള്, ചേമ്പിൻ്റെ ഏത് താളും ആവാം കേട്ടോ. വലിയ ചേമ്പിൻ്റെ ചെറിയ ചേമ്പിൻ്റെ ഏത് താളും ആവാം. അത് അതിൻ്റെ തോല് ഉരിച്ച് കളഞ്ഞിട്ട് നന്നായിട്ട് അരിയാം. ചെറുതായി അരിയണ്ട, അല്ലെങ്കിൽ വലുതായിട്ട് തന്നെ അരിയാം. അതിൻ്റെ തളിര് ഇലയും കൂടി കൂട്ടിച്ചേർത്ത് പൂളയൊന്ന് തിളപ്പിച്ച് ഊറ്റിയ ശേഷം അതിനകത്തോട്ട് ഇടാം. അതിനകത്തോട്ട് ഇട്ട് നല്ലതുപോലെ ഇളക്കിയ ശേഷം അതിൽ കുറച്ച് മഞ്ഞപ്പൊടി, ലേശം ഉപ്പ്, മഞ്ഞപ്പൊടി ഉപ്പും ചേർത്തിട്ട് 2 പച്ചമുളക് ഇട്ട് നല്ലതുപോലെ ഇളക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. എന്ന ശേഷം നമ്മൾ തേങ്ങയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി എടുക്കുക, 2 ചുള ഉള്ളി, 2 ചുള വെളുത്തുള്ളി, പിന്നെ വലിയ ജീരകം, പെരുംജീരകം എന്ന് പറയും, വലിയ ജീരകം, ചെറിയ ജീരകം, ഇത് രണ്ടും കൂടെ കുറച്ച് ഒരു നുള്ള് മതി. ഇനി വലിയ ജീരകം ഇഷ്ടമില്ലാത്തവർക്ക് ചെറിയ ജീരകം ഇടാം. രണ്ടും കൂടെ ഇട്ടാൽ നല്ലൊരു ടേസ്റ്റാണ്. പച്ചമുളക് എല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ അരയണം. അരഞ്ഞ ശേഷം ഈ വെന്ത് വരുന്ന താളിലേക്ക്, പൂളയിലേക്കും ഇത് ഇട്ട് കൊടുക്കണം. എന്ന ശേഷം ഇവ രണ്ടും കൂടി നല്ലതുപോലെ ഇളക്കണം. ഇളക്കി നല്ലതുപോലെ ഉടച്ച ശേഷം നല്ലൊരു സ്മെല്ല് വരും. അതിൽ 2 കറിവേപ്പില ഇട്ട് ലേശം ഒരു നുള്ള് കുറച്ച് വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. എന്ന ശേഷം ഇളക്കി നല്ലോണം ഉടയ്ക്കണം. ഉടച്ച ശേഷം ഒരു 10-15 മിനിറ്റ് നേരം അടച്ച് വെക്കണം. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ പിന്നെ തുറന്ന് വെക്കരുത്, അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒന്ന് ചെയ്ത് നോക്കൂ. ഒന്ന് കമൻറ്റ് ഇടണേ, ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, താങ്ക് യു. ഇതേപോലെ ചെയ്തിട്ട് അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞിട്ട് കമൻറ്റ് ഇടണേ. ഓക്കെ, താങ്ക് യു. അതേപോലെ വെളിച്ചെണ്ണ ഒരു നുള്ളു ഒഴിക്കാം. തുള്ളി വെളിച്ചെണ്ണ കഴിഞ്ഞു. ഇതാണ് താളും പൂളയും. എല്ലാവരും ഒന്ന് വെച്ച് നോക്കണേ.